ലോകം കോവിഡ്-19 നിഴലിനപ്പുറത്തേക്ക് നീങ്ങുമ്പോൾ ആരോഗ്യ ചർച്ചകൾ പുതിയൊരു പേര് ഉയർന്നു വന്നിട്ടുണ്ട്. ഹ്യൂമൻ മെറ്റാപ്ന്യൂമോ വൈറസ് അല്ലെങ്കിൽ HMPV. എന്താണ് ഇതെന്ന് നമുക്ക് നോക്കാം. ചൈനയിൽ പുതുതായി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന HMPVയെ പറ്റി നമ്മൾ ആശങ്കപ്പെടേണ്ടതുണ്ടോ? നമുക്ക് അതിനെപ്പറ്റി ഒന്ന് ചർച്ച ചെയ്യാം. 2001 ആദ്യമായി തിരിച്ചറിഞ്ഞ HMPV ജലദോഷത്തിന് സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടാകുന്ന ഒരു ശ്വാസകോശ വൈറസാണ്. ചുമ, പനി, മൂക്കൊലിപ്പ്, ക്ഷീണം ഇതിൽ ഉൾപ്പെടുന്നു. പലപ്പോഴും സൗമ്യമാണെങ്കിലും കഠിന കേസുകളിൽ ഇത് ബ്രോങ്കിയോളൈറ്റിസ് അല്ലെങ്കിൽ ന്യൂമോണിയയിലേക്ക് നയിച്ചേക്കാം. പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളിലും പ്രായമായവരിലും ദുർബലമായ പ്രതിരോധശേഷിയുള്ളവരിലും ഇത് മാരകമായിരിക്കും. അടുത്തിടെ ചൈന HMPV കേസുകളുടെ വർധനവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചൈനയുടെ വടക്കൻ പ്രദേശങ്ങളിൽ 14 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കിടയിലാണ് ഈ HMPV രോഗം വേഗത്തിൽ പടർന്നു പിടിക്കുന്നത്. ചൈനീസ് ആരോഗ്യ സംഘടനയും ലോകാരോഗ്യ സംഘടനയും ഭയപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ നമ്മൾ കോവിഡ്-19 കേസുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അവർ പറയുന്നത് എത്രത്തോളം വാസ്തവമാണ്, അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ല. കാര്യം കോവിഡ്-19 പടർന്നു പിടിച്ച സമയത്തും ചൈനയിലെ ആരോഗ്യ മന്ത്രാലയങ്ങൾ പറഞ്ഞത് ഭയപ്പെടേണ്ട സാഹചര്യമില്ല, എല്ലാം അണ്ടർ കൺട്രോളിലാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അത് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ കണ്ടതാണ്, നമ്മൾ പലരും അത് അനുഭവിച്ചതുമാണ്. പല ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ പോലെ HMPV കേസുകളും ഈ ശൈത്യകാലത്ത് വർദ്ധിക്കുന്നു. ആശങ്കകൾ പരിഹരിക്കുന്നതിന് അജ്ഞാതമായ ഉത്ഭവമുള്ള ന്യൂമോണിയ കേസുകൾ നിരീക്ഷിക്കാൻ ചൈന ഒരു പൈലറ്റ് പ്രോഗ്രാം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ചൈനയിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ പോലുള്ള അയൽ രാജ്യങ്ങളിലൊന്നും നിലവിൽ ഇതുവരെയായിട്ടും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിലവിലത്തെ സാഹചര്യത്തിൽ ഇന്ത്യയിലെ ആരോഗ്യ ഉദ്യോഗസ്ഥർ പറയുന്നത് നമ്മൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്ന് തന്നെയാണ്. അപ്പോൾ നിലവിലത്തെ ചൈനയിലെ സാഹചര്യം വെച്ച് നമ്മൾ ഒരുപാടൊന്നും ഭീതിപ്പെടേണ്ട കാര്യമൊന്നും തന്നെയില്ല. കാര്യം ഇവിടെയുള്ള ഒരുപാട് ഡെയിലി ലൈഫ് വ്ലോഗേഴ്സും കാര്യങ്ങളൊക്കെ വീഡിയോ ഇടുന്നത് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് തന്നെയാണ്. പിന്നെ നമ്മുടെ ട്വിറ്ററിലായാലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലായാലും പ്രചരിപ്പിക്കുന്ന ചൈനയിലെ സാഹചര്യം എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന വീഡിയോകൾ പലതും കോവിഡ് സമയത്ത് എടുത്ത വീഡിയോകളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും പറഞ്ഞ് പ്രചരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സാഹചര്യം നമ്മൾ ഒരുപാടൊന്നും ഭീതിപ്പെടേണ്ട കാര്യമൊന്നും തന്നെയില്ല. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റുകളായി രേഖപ്പെടുത്തുക. കൂടുതൽ കണ്ടന്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ബൈ.